ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 5th സ്റ്റാൻഡേർഡിലെ അടിസ്ഥാന പാഠാവലിയിലെ ഫസ്റ്റ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമാണ്. ഓക്കെ, നമുക്ക് നോക്കാല്ലേ. ടോമോയിലെ കായികമേള എന്നുള്ളതാണല്ലേ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ. ഓക്കെ, നമുക്ക് വായിച്ചു നോക്കാം. മറ്റെന്തിനുമെന്ന പോലെ ടോമോയിലെ കായികമേളയ്ക്കും ഉണ്ടായിരുന്നു ഒരപൂർവത. ഇതര എലമെന്ററി സ്കൂളിലേതിനു തുല്യമായ രണ്ട് മത്സരീനങ്ങൾ മാത്രം, വടംവലിയും മൂന്നുകാലിലോട്ടവും. മറ്റുള്ളവയെല്ലാം മാസ്റ്ററുടെ കണ്ടുപിടുത്തങ്ങളാണ്. വിപുലവും സൂക്ഷ്മവുമായ കായിക സാമഗ്രികളൊന്നും ആവശ്യമില്ലാത്തവ. സ്കൂളിൽ നിന്ന് തന്നെ ലഭ്യമായ സാധാരണ സൗകര്യങ്ങളുടെ സഹായത്തോടെ രൂപപ്പെടുത്തിയ ഇനങ്ങൾ. ഉദാഹരണത്തിന് മീൻവായിലൂടെയുള്ള ഓട്ടമെടുക്കാം. മത്സരാകൃതിയിലുള്ള കുഴലിന്റെ രൂപത്തിൽ കട്ടിയേറിയ തുണി കൊണ്ട് നിർമ്മിച്ച് ചായം തേച്ചു മൂടി പിടിപ്പിച്ച എടുപ്പുകൾ അക്കാലത്ത് സുലഭമാണ്. ഇവയെ സ്കൂൾ മൈതാനത്തിന്റെ മധ്യത്തിലായി സ്ഥാപിക്കുന്നു. മണിയടി കേൾക്കുന്നതും കുട്ടികൾ ഈ കരിമീൻ എടുപ്പുകളെ ലക്ഷ്യമാക്കി ഓട്ടം ആരംഭിക്കും. വായിലൂടെ ഉള്ളിൽ പ്രവേശിച്ച് വാലറ്റത്തുകൂടെ തിരിച്ചിറങ്ങണം. തിരികെ സ്റ്റാർട്ടിംഗ് പോയിന്റിലെത്തുമ്പോൾ മീൻവായിലൂടോട്ടം അവസാനിക്കുന്നു. ടോമോയിൽ ആകെ 3 മത്സ്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് 3 പേർക്ക് മാത്രമേ ഒരേ സമയം മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയുമായിരുന്നുള്ളൂ. സംഗതി ലളിതമാണെന്ന് ഒറ്റനോട്ടത്തിൽ തോന്നാം, പക്ഷേ അത്ര എളുപ്പമുള്ളതല്ല. മത്സ്യത്തിന്റെ ഉദരം ദൈർഘ്യമേറിയതും ഇരുട്ട് നിറഞ്ഞതുമാണ്. ദിഗ്ഭ്രമം പിടിപെടാൻ അത്ര സമയമൊന്നും വേണ്ട. ടോട്ടോച്ചാൻ ഉൾപ്പെടെ പല കുട്ടികളും വഴിതെറ്റി മീനിന്റെ വായയിലൂടെ തന്നെ പുറത്തിറങ്ങാൻ തുടങ്ങി. അബദ്ധം പിടഞ്ഞെന്ന് മനസ്സിലായപ്പോൾ തിരക്കിട്ട് വീണ്ടും ഉള്ളിലേക്ക് ഓടുകയെ നിവൃത്തിയുണ്ടായിരുന്നുള്ളൂ. കാഴ്ചക്കാർക്ക് രസം പകരുന്ന ഇനമാണ് ഈ മീൻവായിലൂടോട്ടം. കുട്ടികൾ മുന്നിലേക്കും പിന്നിലേക്കും പരതി നടക്കുമ്പോൾ കരിമീൻ തടിയിൽ ജീവനുള്ളതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകിയാടാൻ തുടങ്ങും. വടംവലി മത്സരത്തിൽ വടം ആഞ്ഞുവലിച്ച് ഹേയ് ഹോ എന്ന ആർപ്പുവിളിയുമായി കൊബായാഷി മാസ്റ്ററും മറ്റധ്യാപകരും കുട്ടികളോടൊപ്പം കൂടും. വടംവലിയിൽ പങ്കെടുക്കാനാവാത്ത യാസുവക്കിച്ചാരെ പോലുള്ള കുട്ടികൾ മത്സരം നിയന്ത്രിക്കുന്ന ചുമതല ഏറ്റെടുക്കും. വിജയികളെ നിർണയിക്കാനായി അവർ വടത്തിന്റെ മധ്യത്തിലുള്ള കൈലേസിൽ കണ്ണും നട്ട് അങ്ങനെ നിൽക്കും. സ്കൂളിലെ മുഴുവൻ പേരും പങ്കെടുക്കുന്ന റിലേ ഓട്ടവും ടോമോയിൽ വ്യത്യസ്തമാണ്. ആരും ദീർഘദൂരം ഓടേണ്ടതില്ല. അസംബ്ലി ഹാളിലേക്ക് നയിക്കുന്ന വൃത്താകാരമായ കോൺക്രീറ്റ് പടവുകളിലൂടെ മുകളിലേക്കും തിരിച്ച് താഴേക്കും ഓടിയാൽ ഒരാളുടെ ഊഴം അവസാനിച്ചു. ഒറ്റനോട്ടത്തിൽ തികച്ചും നിസ്സാരമെന്ന് തോന്നാം, പക്ഷേ പടവുകൾ അസാധാരണമാംവിധം നേർത്തതും ഇടുങ്ങിയതുമാണ്. മാത്രമല്ല, ഓരോ കാൽവയ്പിലും ഒന്നിലേറെ പടികൾ ചാടിക്കടക്കാൻ അനുവദിക്കപ്പെട്ടില്ല. നീളക്കൂടുതലുള്ളവരോ മുറം പോലെ പരന്ന കാലുകളുള്ളവരോ ആണെങ്കിൽ വെള്ളം കുടിച്ചതു തന്നെ. വിശ്രമവേളകളിൽ കുട്ടികൾ അശ്രദ്ധരായി ചാടി പറഞ്ഞു നടക്കാറുള്ള സുപരിചിതമായ ആ പടവുകൾക്ക് കായികമേളയുടെ പ്രത്യേക പ്രാധാന്യം കൈവരുന്നു. ആകെ 8 പടവുകൾ. ആവേശം നിറഞ്ഞ ആർപ്പുവിളികളോടെ അവർ കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കും. അകലെ നിന്ന് ഒരാൾക്ക് പ്രതിരൂപങ്ങൾ കലങ്ങി മറിയുന്ന ഒരു കാരഡോസ്കോപ്പിൽ എന്ന പോലെയാണ് ആ മനോഹര ദൃശ്യം അനുഭവപ്പെടുക. ടോട്ടോച്ചാന്റെയും 1ാം തരത്തിലുള്ള മറ്റു കൂട്ടുകാരുടെയും പ്രഥമ കായികമേളയായിരുന്നു അത്. മാസ്റ്റർ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അവർക്കത് ആസ്വാദകരമായി തീരുകയും ചെയ്തു. കായികമേളയിൽ ഏവരെയും അതിശയിപ്പിക്കുന്ന ചിലത് സംഭവിച്ചു. ഇത്തിരിയോളം പോന്ന കൈകാലുകളുടെ ഉടമയായ തക്കാഹാഷി എല്ലാ ഇനത്തിലും 1ാമതെത്തി. അത് അവിശ്വസനീയമായിരുന്നു. മറ്റുള്ളവർ കരിമീൻ തടിയുടെ വയറ്റിൽ കിടന്ന് നട്ടം തിരിയുമ്പോൾ തക്കാഹാഷി നൊടി നേരം കൊണ്ട് പുറത്തെത്തുകയായി. കൂടെയുള്ളവർ ഏണിപ്പലകൾക്കിടയിലെ നൂഴ്ന്നുകയറ്റം ആരംഭിച്ചതേയുള്ളൂ. അവനതാ തിരിച്ചിറങ്ങി. ഏതാനും വാര പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. അസംബ്ലി മന്ദിരത്തിന്റെ പടവുകളിൽ റിലേ ഓട്ടക്കാർ ഓരോ ചുവടിൽ ഓരോ പടി എന്ന നിയമം പാലിക്കാൻ പാടുപെടുകയായിരുന്നു. തന്റെ കുരുടിച്ച കാലുകൾ ഒരു കുതിരയെപ്പോലെ മുന്നോട്ട് ചലിപ്പിച്ചുകൊണ്ട് മിന്നൽ വേഗത്തിൽ തക്കാഹാഷി അവരെ കടന്നു മുകളിലേക്ക് പോയി. ഈ തക്കാഹാഷിയെ ഒന്ന് തോൽപ്പിക്കാൻ ഞങ്ങൾ നന്നേ നോക്കിയിട്ടോ, പറ്റിയില്ല. ഏവർക്കും ഒരേ അഭിപ്രായമായിരുന്നു. അവനെ തോൽപ്പിക്കാനുള്ള വാശിയോടെ മറ്റു കുട്ടികൾ അവരുടെ കഴിവിന്റെ പരമാവധി അധ്വാനിച്ചു. അധ്വാനം മിച്ചം. ഓരോ തവണയും വിജയം അവനു തന്നെ. ടോട്ടോച്ചാനും കഠിനമായി ശ്രമിക്കാതിരുന്നില്ല, പക്ഷേ അവൾക്കൊരിക്കലും അവനെ പരാജയപ്പെടുത്താനായില്ല. വെറുതെ നീട്ടിപ്പിടിച്ചുള്ള ഓട്ടമായിരുന്നെങ്കിൽ അവനെ പിന്നിലാക്കാൻ അവർക്കൊക്കെ
പക്ഷേ കടമ്പകൾ കടക്കേണ്ട ഒരിനത്തിൽ അവർ അടിയറവ് പറയുകയേ നിവർത്തിയുള്ളൂ. ഒരു വീരനായകന്റെ അഭിമാനത്തോടെയും സന്തോഷത്തോടെയുമാണ് തക്കാഹാഷി സമ്മാനങ്ങൾ സ്വീകരിക്കാനെത്തിയത്. എല്ലാറ്റിനും ഒന്നാമനായതിനാൽ ഒന്നിനു പിന്നാലെ ഒന്നായി സമ്മാനങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന അവനെ മറ്റു കുട്ടികൾ അസൂയയോടെ നോക്കി. സമ്മാന വിതരണത്തിലുമുണ്ട് മാസ്റ്ററുടേതായ സവിശേഷ രീതികൾ. ഒന്നാം സമ്മാനം ഒരു തടിയൻ നാട്ടുചേന അല്ലെങ്കിൽ മത്തങ്ങ, രണ്ടാം സമ്മാനം 2 ഉരുളക്കിഴങ്ങ്, മൂന്നാം സമ്മാനം ഒരു പിടി ചീര. ഇങ്ങനെയൊക്കെയാണ്. ഒരു പക്ഷെ ആർക്കറിയാൻ തക്കാഹാഷിയുടെ വിജയത്തിന് വേണ്ടി തന്നെ അദ്ദേഹം കണ്ടുപിടിച്ചവയാവാം ടോമോ ശൈലിയുള്ള ആ പ്രത്യേക ഇനങ്ങൾ. ടോട്ടോജാൻ, ജനാലക്കരികിലെ വികൃതിക്കുട്ടി, തെത്സുഗോ കുറയോനാഗി, വിവർത്തനം അൻവർ അലി. ഓക്കെ, ഇനി കൂട്ടുകാരെ കഥ എങ്ങനെയാണ് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടോ? ഇനി നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കിയാലോ. വായിക്കാം, കണ്ടെത്താം, എഴുതാം എന്നുള്ളതാണല്ലേ. ടോമോ സ്കൂളിലെ കായികമേളയുടെ സവിശേഷതകൾ കണ്ടെത്തി എഴുതും. എന്തൊക്കെയായിരുന്നു സവിശേഷതകൾ? ഫസ്റ്റ് തന്നെ പറയുന്നുണ്ടല്ലേ. എന്തൊക്കെയാണ്? പണം കൊടുത്തു വാങ്ങുന്ന സാമഗ്രികളുടെ ഒന്നും സഹായമില്ലാതെയാണ് കൊബായാഷി മാസ്റ്റർ സ്കൂൾ കായികമേള സംഘടിപ്പിച്ചിട്ടുള്ളതല്ലേ. അതുപോലെ വിദ്യാലയ ചുറ്റുപാടുകളിൽ തന്നെ കായികമേളയ്ക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്? സർഗാത്മകമായിട്ട് രൂപപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം സവിശേഷതകൾ. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടോമോയിലെ രീതികൾ. ഓരോ കുട്ടിയെയും പരിഗണിച്ചായിരുന്നു ടോമോയിലെ കായികമേള. എങ്ങനെയൊക്കെയാണ് കൊബായാഷി മാസ്റ്റർ ഓരോരുത്തരെയും പരിഗണിച്ചിരുന്നത്? കൊബായാഷി മാസ്റ്ററുടെ ഈ സവിശേഷ രീതിയെക്കുറിച്ച് ചർച്ച ചെയ്തു. നിങ്ങളുടെ കണ്ടെത്തലുകളെല്ലാം ചേർത്ത് കുറിപ്പ് തയ്യാറാക്കാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. ചുറ്റുപാടുകളുമായി ബന്ധമുള്ളവരായതിനാൽ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് ഈ പരിപാടികളിൽ പങ്കെടുക്കാനും മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിനും ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളെ മാറ്റി നിർത്താറില്ല. ചുറ്റുപാടുകളുമായി ബന്ധമുള്ളവരായതിനാൽ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് ഈ പരിപാടികളിൽ പങ്കെടുക്കാനും മികവുകൾ തെളിയിക്കാനും കഴിഞ്ഞു. മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിന് ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളെ മാറ്റി നിർത്താറില്ല. റഫറിയാകുന്നതിലൂടെ മത്സരത്തിൽ കൂടുതൽ നിയന്ത്രണ അധികാരവും പങ്കാളിത്തവും അവർക്ക് ലഭിക്കുന്നുണ്ടല്ലേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രസികൻ പ്രയോഗങ്ങൾ. പാഠം വായിച്ചപ്പോൾ രസകരമായ ചില വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. മിന്നൽ വേഗത്തിൽ തക്കാഹാഷി അവരെ കടന്നു മുകളിലേക്ക് പോയി. ഇവിടെ അടിവരയിട്ട ഭാഗം നോക്കൂ. അടിവരയിട്ടത് മിന്നൽ വേഗത്തിൽ എന്നുള്ളതാണ് അല്ലെ. വളരെ പെട്ടെന്ന് പറയാനല്ലേ മിന്നൽ വേഗത്തിൽ എന്ന് പ്രയോഗിച്ചിരിക്കുന്നത്. ഒരു വാക്യം കൂടി, കരിമീൻ തടിയിൽ ജീവനുള്ളതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകിയാടാൻ തുടങ്ങും. സാധാരണ പറയുന്ന രീതിയിലല്ലാത്ത ഇതുപോലെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ധാരാളം വാക്യങ്ങൾ ഈ പാഠത്തിലുണ്ട് അല്ലേ. അപ്പോൾ അവ നമ്മളോട് കണ്ടെത്തി എഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. വെള്ളം കുടിക്കുക, നട്ടം തിരിയുക, അടിപൊളി, തേച്ചിട്ട് പോയി, ചെത്തി നടക്കുക, ഭയങ്കരം, അസാധ്യം, ഇതുപോലുള്ള വേർഡ്സൊക്കെ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവിടെ വെള്ളം കുടിക്കുക എന്ന പ്രയോഗത്തിന് പാഠഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്ന അർത്ഥം ബുദ്ധിമുട്ടുക എന്നതാണല്ലേ. ഇനി ആഴത്തിൽ മുങ്ങിപ്പോകുമ്പോൾ രക്ഷയില്ലാതെ വരുന്ന അവസരത്തിൽ വെള്ളം കുടിച്ചു പോകുന്നു, അതായത് ഈ അർത്ഥത്തിലല്ലാതെ പ്രയാസപ്പെടുക എന്ന ആശയത്തിൽ ഊന്നിയാണല്ലേ വെള്ളം കുടിക്കുക എന്ന പ്രയോഗം രൂപപ്പെട്ടിട്ടുള്ളത്. വെള്ളം കുടിക്കുന്നതുമായ ബന്ധമില്ലാത്ത ഒരു സന്ദർഭത്തിൽ ഈ ശൈലി പ്രയോഗിക്കുന്ന സന്ദർഭത്തിലെ ഏറ്റവും കൃത്യമായ ആശയം എത്തിക്കുന്നതിനാലാണല്ലേ. അപ്പൊ ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ വാക്യങ്ങളും ഇതുപോലെ കണ്ടെത്തുക. ഓക്കെ, നോക്കൂ, ചേരുമ്പോഴും പിരിയുമ്പോഴും. ഒരു അപൂർവത എന്ന വാക്ക് നോക്കൂ. ഒരു അപൂർവത എന്നീ 2 പദങ്ങൾ ചേർന്നിരിക്കുന്നു. ഇങ്ങനെ 2 വാക്കുകൾ ചേർത്ത് ഒറ്റവാക്ക് എഴുതിയ മറ്റു പദങ്ങൾ പാഠത്തിൽ നിന്ന് കണ്ടെത്തൂ. അവയെ മുകളിൽ കൊടുത്ത രീതിയിൽ വെവ്വേറെ വാക്കുകളിലാക്കി എഴുതുകയും വേണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. മറ്റു വാക്കുകളിലേക്ക് നോക്കൂ. 3 കാലിൽ ഓട്ടം നമുക്ക് എങ്ങനെ എഴുതാം? 3 കാലിൽ ഓട്ടം അല്ലേ. ഇനി കായികമേളയ്ക്കുണ്ടായിരുന്നു നമുക്ക് എങ്ങനെ 2ആക്കി എഴുതാം? കായിക മേളയ്ക്കുണ്ടായിരുന്നു. പങ്കെടുക്കാൻ ആവാത്ത. ഊഴം അവസാനിച്ചു. അപ്പൊ ഇതുപോലുള്ള കൂടുതൽ വാക്കുകൾ നിങ്ങൾ കണ്ടെത്തി എഴുതുമല്ലോ. ഓക്കെ, ഇനി നോക്കൂ, മത്സരങ്ങളില്ലാത്ത കളികൾ. ടോമോയിലും നമ്മുടെ സ്കൂളുകളിലും നടക്കുന്ന കായികമേളയുടെ മറ്റു പല കളികളും മറ്റു പല കളികളും മത്സരങ്ങളുമാണ്. അവയിൽ ജയവും തോൽവിയുമുണ്ട്. നിങ്ങൾ ജയവും തോൽവിയും ഇല്ലാത്ത കളികൾ കളിക്കാറുണ്ടോ? അങ്ങനെയുള്ള ചില കളി അനുഭവങ്ങൾ പരിചയപ്പെടാമെന്നാണ് അതേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അടുത്ത പാഠഭാഗമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു കൂട്ടുകാരെ ഈ ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി
യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.